Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ഫ്രൈ ആട്ടോ. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആട്ടോ ഇത്. ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ ടച്ചിങ്സ് ആയിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ലതാട്ടോ ഈ ഒരു ചെമ്മീൻ ഫ്രൈ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ഉണക്കച്ചെമ്മീനാട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം വേണം ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ആദ്യമേ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. അന്നേരമാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് ആ ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ചെമ്മീൻ നന്നായിട്ടൊന്ന് ചൂടായി വരണം. നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചൂടാകുമ്പോൾ തന്നെ ചെമ്മീൻ്റെ കളറും ഒന്ന് മാറി വരും. ഒരു ചെറിയ ചുവപ്പ് കളർ വരുന്നുണ്ട് അതിന്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് തൊട്ട് വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചീഞ്ചട്ടിയിൽ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇതൊന്ന് ആറി വരണം. ആറി വരുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ക്രിസ്പി പരുവത്തിലാവും. ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. അതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു കിളിങ്ങണ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ. ഇതിപ്പോൾ നല്ല ചൂടാറുമ്പോൾ നല്ല ചൂടാറിയതിന് ശേഷമാണ് അത് അങ്ങനെ ആകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അത് ഇതുപോലെ ചെമ്മീൻ്റെ തലയും കാലും വാലും കൂടെ കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു ഉണക്കച്ചെമ്മീൻ പീര വറ്റിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തതിന് ശേഷം മുറത്തിലേക്ക് ഇട്ടിട്ട് ചിരട്ട വെച്ച് അതിൻ്റെ പുറമെ ഉരയ്ക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതായത് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് അധികം ഉപ്പ് ചേർക്കാം. ഈ ഉണക്കച്ചെമ്മീനിൽ ഉപ്പ് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചേർക്കുന്ന ഉപ്പ് അനുസരിച്ചിട്ടാണ് ചെമ്മീനിൽ ഉപ്പ് പിടിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് അലിഞ്ഞില്ലേലും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ കിടന്നോട്ടെ. അത് ഫുൾ അലിഞ്ഞിട്ടില്ല, കുറച്ച് അലിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തലയും കാലും വാലും കൂടെ കളയുക. എന്നിട്ട് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കണക്കെ ഇതുപോലെ വേണം ഉപ്പ് വെള്ളത്തിലേക്ക് ഇടാൻ. ആദ്യമൊക്കെ ഇത് ചെമ്മീൻ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ മുകളിൽ പൊങ്ങിയായിരിക്കും കിടക്കണം. പിന്നെ അത് താഴോട്ട് പൊക്കോളും. കണക്ക് ഞാൻ എല്ലാ ചെമ്മീനും അതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ കേട്ടോ. ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മളിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഇട്ടതൊക്കെ അടിയിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇട്ടതൊക്കെ മുകളിൽ പൊങ്ങി കിടക്കുക. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ എല്ലാ ചെമ്മീനും നല്ല കുതിർന്നു വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉള്ളി ചതച്ചെടുക്കാം. ഞാനപ്പോൾ ഇതിനായിട്ട് എടുത്തേക്കുന്നത് 10 ചെറിയ ഉള്ളിയാട്ടോ. അപ്പോൾ അത് വളരെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ 10 എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ 5 എടുത്തേച്ചാൽ മതി. അത് നമ്മൾ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് കണക്കാകണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഇത് കണക്കെ ഒരുപാട് ഫൈനായിട്ടൊന്നും ചതഞ്ഞിട്ടില്ല. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചതഞ്ഞു പോകണ്ട. നമ്മളൊന്ന് ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്തേച്ചാൽ മതി. ഇത് മതി. അപ്പോൾ ഒരുപാട് അരിഞ്ഞിട്ടൊന്നുമില്ല. കറിവേപ്പില കണക്ക് തന്നെ ഇരിക്കുന്നത്. പക്ഷെ എന്നിട്ട് ചെറുതായിട്ടൊരു ചതവ് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഉണക്ക ചെമ്മീനല്ലേ, ഒത്തിരി വേസ്റ്റൊക്കെ കാണും. അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കറി ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ ഇനി ഉപ്പൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഇത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക. ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം, ലാസ്റ്റത്തെ കഴുകലിന് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്താലും മതി കേട്ടോ. ഇതിനകത്ത് ഉപ്പ് ഉണ്ടാവും അത്യാവശ്യം. ഇത് കണക്ക് ഞാൻ ചെമ്മീനൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇടാം. ഇനി ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ചേർത്തേക്കുന്നത്.
എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗവിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കാം. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് ചതച്ച മുളക്, ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും സ്പൈസി ആക്കണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറച്ചോളൂ കേട്ടോ. ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നല്ല സ്പൈസി ആയിട്ടിരിക്കുന്ന കേട്ടോ ടേസ്റ്റ്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ഭയങ്കര ബ്രൗൺ കളറിൽ റോസ്റ്റ് ആകണ്ട, ആ ഒരു റെഡ് കളർ പോകാൻ പാടില്ല, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്, ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പുണ്ട്, ഞാനൊരു എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല. നല്ല പാകത്തിനുള്ള ഉപ്പാണ് വന്നേക്കുന്നത്. ഇത് ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലൊരു ചിപ്സ് കണക്കെ ആകണം. അതുവരെ ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം അങ്ങനെ കിടക്കട്ടെ കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം നല്ല ഉലർന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ആ ചെമ്മീൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റി അതായത് ക്രിസ്പി കണക്കായിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗവും കൂടെ ഓഫ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണ്ടോ, നല്ല ക്രിസ്പി കണക്കായിട്ടിരിക്കുന്നത്. ഇതുപോലെ അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അത്രയും നല്ല ഒരു രുചിയുള്ള ഒരു വിഭവമാട്ടോ ഇത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്